രണ്ട് വസ്തുവാണ് നമ്മളെ കുലിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും പിടിച്ചു കുലിക്കുന്ന രണ്ട് വസ്തുക്കള്. ഒന്ന് നമ്മുടെ കൽബാണ്, മറ്റൊന്ന് മൊബൈലാണ്. ഇന്ന് മൊബൈലില്ലാതെ ഒരാൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഒരു യാത്രാവേളയിൽ മൊബൈൽ വീട്ടിൽ വെച്ചിറങ്ങിപ്പോയാൽ പിന്നെ ടെൻഷനാണ്. അതല്ലേ മൊബൈലിന്റെ കഥ? ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വാട്സപ്പും ഫേസ്ബുക്കുമായി സോഷ്യൽ മീഡിയകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലോകമെത്ര പുരോഗമിച്ചാലും എത്ര ഭൗതികമായി മുന്നേറിയാലും നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുത്തുനബിയുടെ അനുയായികളാണ്. നമുക്കൊരു ടൈറ്റിലുണ്ട്. അല്ലാഹു മുത്തുനബിയും പൊരുത്തപ്പെടാത്ത ഒരു ഫോട്ടോ, ഒരു പിക്ചർ, ഒരു വീഡിയോ, ഒരു ഓഡിയോ എന്റെ മൊബൈലിൽ ഇന്ന് മുതൽ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാ. ഇന്ന് മുതൽ എന്റെ മൊബൈൽ അങ്ങനെ അല്ലാഹു മുത്തുനബിയും പൊരുത്തപ്പെടാത്തത് ഉണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനമെടുക്കാം. മറ്റൊന്ന്, ആ മൊബൈലിലേക്ക് അല്ലാഹു മുത്തുനബിയും പൊരുത്തപ്പെട്ടത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളൂ. പരിശുദ്ധ ഖുർആൻ കേട്ടിക്കോളൂ. മൗലിദ്, എല്ലാ നിലക്കുള്ള മൗലിദും ഇന്ന് മൊബൈൽ നോക്കി ഓതാൻ കഴിയുന്ന കാലമാണ്. സലാത്തുകളും പ്രാർത്ഥനകളും ഒക്കെ അതിനുള്ള PDF മറ്റ് ഫയലുകളൊക്കെ ഇന്ന് നമുക്ക് സുലഭമാണ്. അങ്ങനെ അല്ലാഹു മുത്തുനബിയും പൊരുത്തപ്പെടുന്നത് മാത്രം നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്ന് ഈ സാധുവായ എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്ത് അതിലേറെ പ്രാധാന്യമുള്ള നമ്മുടെ ഖൽബിനോടും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ഖൽബ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. ഖൽബ് നന്നായാൽ മനുഷ്യൻ നന്നായി, ഇല്ല എങ്കിൽ മുഴുവൻ മോശപ്പെട്ടു പോയി. ഈ ഖൽബിൽ നിന്നും അല്ലാഹു മുത്തുനബിയും പൊരുത്തപ്പെടാത്ത വല്ല ചിന്തകളുമുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എടുത്തു കളയുമെന്ന് തീരുമാനമെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇനി എന്റെ ഖൽബിൽ ഏതെങ്കിലും അന്യ പെണ്ണിനോട് പ്രേമമുണ്ടെങ്കിൽ, അന്യ ആൺകുട്ടികളോടുള്ള പ്രേമമുണ്ടെങ്കിൽ അത് മുത്തുനബി പൊരുത്തപ്പെടൂലല്ലോ. എനിക്കത് വേണ്ട. വലിച്ചെറി നമ്മുടെ ഖൽബിൽ നിന്ന്. കേറ്റിക്കോ ഖൽബിലേക്ക്. മുത്തുനബിയെ കേട്ടണം, അല്ലാഹുവിനെ കേട്ടണം. ഇനിയുള്ള ജീവിതം നോക്കുക. ഖൽബിൽ കേറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അല്ലാഹു മുത്തുനബി പൊരുത്തപ്പെട്ട ജീവിതമാണോ? ഞാൻ സംസാരിക്കുന്നവർക്ക് പൊരുത്തണ്ടോ? ഞാൻ ഈ നടക്കുന്നത് പൊരുത്തണ്ടോ? ഞാൻ ഈ ഇരിക്കുന്നത് പൊരുത്തണ്ടോ? ഞാൻ പ്രവർത്തിക്കുന്നത് പൊരുത്തണ്ടോ? ഞാൻ ഈ ചെയ്യുന്ന പരിപാടി അവർക്ക് പൊരുത്തണ്ടോ? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഖൽബിലേക്ക് നോക്കി നമുക്ക് ജീവിക്കാൻ കഴിയണം. ആ അല്ലാഹുവിന്റെ മുത്തുനബിയുടെ പൊരുത്തം കിട്ടിയ ആളുകളെ കൂട്ടത്തിൽ ഇവിടെ സംബന്ധിച്ച സർവ്വ ആളുകളെയും നമ്മുടെ മക്കളടക്കം അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.